അതികഠിനമായ ചൂടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും അധികാരികളും കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് 11 മണിക്ക് ശേഷം 3 മണി വരെ ആരും പുറത്തിറങ്ങരുത്. യാത്ര ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ. തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവർ, പുറം പണി ചെയ്യുന്നവർ, ടാറിൻ്റെ പണി, തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ ചെയ്യുന്നവർ പരമാവധി 11 മണിക്ക് മുമ്പ് പണി തീർക്കണം. പിന്നെ ഒരു 3 മണിക്ക് ശേഷമേ പണിയാം. അത് കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് പണിതാൽ മതി. എന്തായാലും വളരെ വലിയ ചൂടിലേക്കാണ് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പുതിയ രൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ മഴ പെയ്യും, എവിടെ മഴ പെയ്യും, എങ്ങനെ മഴ പെയ്യും, എത്ര അളവിൽ മഴ പെയ്യുമെന്നും നമുക്ക് യാതൊരു ധാരണയുമില്ലാത്ത കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. എങ്കിലും സ്വാഭാവികമായി ഈ ജൂണിലെ മൺസൂൺ നമുക്ക് നന്നായി കിട്ടും എന്നാണ് പറയുന്നത്. ഇത്രയധികം മഴ കിട്ടുന്ന നാട്ടിൽ മഴയെയും മണ്ണിനെയും വെള്ളത്തെയും ഒക്കെ സംരക്ഷിക്കാതിൻ്റെ വേറെ ദുരന്തങ്ങളുണ്ട്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഒരു ഗൈഡ് ലൈൻ സോയിൽ കൺസർവേഷൻ ആൻഡ് സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഗൈഡ് ലൈൻ എൻ്റെ കയ്യിൽ കിട്ടി. ഒരു 10 പേജുള്ള ഗൈഡ് ലൈനാണ്. ആ ഗൈഡ് ലൈനിൽ ഇറക്കിയിരിക്കുന്നത് ഒരു IES കാരനാണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആണെന്നും തോന്നുന്നു. IES, വേറെ IES ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ എക്കണോമിക് സർവീസാണ്. നമ്മുടെ സംസ്ഥാനത്തൊരു ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ആ ഇരിക്കുന്ന ഡയറക്ടറായിട്ടുള്ള IES കാരനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം അല്ലല്ലോ പോസ്റ്റ് നിശ്ചയിക്കുന്നത്, ഗവൺമെൻറ് ആണല്ലോ. എക്കണോമിക്സ് IES പഠിച്ചിട്ടുള്ള ആളിനെ പ്ലാനിംഗ് ബോർഡിലോ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോ പിന്നെ അങ്ങനെ അല്ലെങ്കിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ എക്കണോമിക്സ് പഠിച്ചവരെ വെക്കണം. ഇത് പ്യുവറായിട്ട് അഗ്രികൾച്ചർ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, സോയിൽ കൺസർവേഷൻ, സോയിൽ സർവേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള IAS കാരെ IAS കാരെ വയ്ക്കുന്നതാണ് ഏറ്റവും മനോഹരം. നേരത്തെ IFS കാർ കുറച്ച് പേര് അവിടെ വന്നിരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ IFS ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ IES കാരനാണ്, IESൻ്റെ ആളാണ്. അദ്ദേഹത്തിനൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ഈ ഗൈഡ് ലൈൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. അദ്ദേഹം ഇതിൻ്റെ മാൻഡേറ്റ് വായിച്ചിട്ടുണ്ടോ? സോയിൽ ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു ഡയറക്ടർ ഒരു സ്ഥാപനത്തിൽ വന്നാൽ ആദ്യം വായിക്കേണ്ടുന്ന ഒരു രേഖ ആ സ്ഥാപനത്തിനൊരു മാൻഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അത് ഉണ്ടാക്കുമ്പോൾ ഏതൊരു ലാൻഡ് യൂസ് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ ലാൻഡ് യൂസ് ബോർഡിന് ഒരു മാൻഡേറ്റ് ഉണ്ട്. ആ മാൻഡേറ്റിൽ നിന്ന് ഒരുപാട് മാറിയോ തിരിഞ്ഞോ എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യണം. മാറിയിട്ടുണ്ടോ മാറിയിട്ടില്ലയോ അതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു മാൻഡേറ്റ് ഉണ്ട് ഏതൊരു സ്ഥാപനത്തിനും. എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നു, അതിനൊരു മാൻഡേറ്റ് ഉണ്ട്. മലയാള സർവകലാശാല തുറക്കുന്നു, അതിനൊരു മാൻഡേറ്റ് ഉണ്ട്. സോയിൽ എൻവയോൺമെൻറ്റൽ ക്ലൈമറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് തുറക്കുന്നു, അതിനൊരു മാൻഡേറ്റ് ഉണ്ട്. അതുപോലെ ഒരു മാൻഡേറ്റ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുക. ഒന്നാമത്തെ വിഷയം. സോയിൽ സർവേയെ സംബന്ധിച്ചിടത്തോളം സോയിൽ സർവേയുടെ സംസ്ഥാനത്തെ വാട്ടർഷെഡ്, മിനി ആൻഡ് മൈക്രോ ആൻഡ് വാട്ടർഷെഡുകളായി തിരിച്ച് അതിനകത്തുള്ള പരമാവധി സോയിൽ പാരാമീറ്റേഴ്സ് ലാൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, ബയോമാസ് മാനേജ്മെൻറ്റിന് സപ്പോർട്ടാവുന്ന രീതിയിൽ സോയിൽ സർവേ ഡീറ്റെയിൽസ് പഠിച്ച് ഗ്രാസ് റൂട്ട് ലെവൽ വരെ എത്തിക്കുക എന്നുള്ളതാണ് സോയിൽ സർവേക്കാരുടെ ലക്ഷ്യം. ഇത് സോയിൽ കൺസർവേഷൻകാരോ NRM ആണ്, നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി വിഭവ പരിപാലനമാണ് വളരെ പ്രധാനം. പക്ഷേ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഓർഡറിൽ അരബിൾ ലാൻഡ് ട്രീറ്റ്മെൻറ്റ് ALT എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി ചെയ്യണ്ട എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതിന് പറയുന്നൊരു ന്യായം, തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് ചെയ്യുന്നുണ്ട്, അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി എന്നാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി എന്ന് എഴുതി വെക്കുന്നതിന് മനോഹരമാണ്. പക്ഷേ ഇത് തൊഴിലുറപ്പുകാർ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊഴിലുറപ്പുകാർ ഇവരും കൂടി ഒന്നിച്ചിരുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കിയോ? മാത്രമല്ല NRMൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വളരെ പ്രധാനമാണ് ഫസ്റ്റ് ഓർഡർ. ഇത് പറഞ്ഞാൽ ഡയറക്ടർക്ക് മനസ്സിലാവുമെന്നറിയില്ല. അതിനകത്തുള്ള മറ്റ് പിന്നെ അഗ്രികൾച്ചറും മറ്റ് വാട്ടർ ഷെഡും ഒക്കെ പഠിച്ചിട്ടുള്ളവർ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താലോ അല്ലെ പറഞ്ഞു കൊടുത്താലോ നന്നായിരിക്കും. ഫസ്റ്റ് ഓർഡർ സ്ട്രീം, സെക്കൻഡ് ഓർഡർ സ്ട്രീം, തേർഡ് ഓർഡറൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്വഭാവം മാറി. അരബിൾ ലാൻഡ്, അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്, അതുപോലെ തന്നെ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ വളരെ ഫെർട്ടൈലാക്കി മാറ്റുന്നതിനുള്ള സോയിൽ കൺസർവേഷൻ മെഷേഴ്സ് NRMൽ എടുക്കണം. അതേസമയം മൈനർ ഇറിഗേഷൻകാരുണ്ട്, ഇവിടെ മേജർ ഇറിഗേഷൻകാരുണ്ട്. അവർ ബാക്കി കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യും.
പക്ഷേ ഇവിടെ ഡ്രെയിനേജ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ DLT ആണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാറിയപ്പോൾ അതൊരു എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് മാറുകയാണ്. എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് മാറരുത്. സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൺസർവേഷൻ ആയിരിക്കണം. പ്രധാന പരിപാടി കൺസ്ട്രക്ഷനിലേക്ക് മാറരുത്. നിർഭാഗ്യവശാൽ അത് IAS എന്ന വ്യക്തി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ, അദ്ദേഹം ഈ മാൻഡേറ്റുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അതോ കാലത്തിനനുസരിച്ചുള്ള ഇനി മാൻഡേറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ലെങ്കിൽ ഒരു കാലത്തിനനുസരിച്ചുള്ളൊരു മാൻഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാൻഡേറ്റ് ഇല്ലെങ്കിൽ മാൻഡേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ തൊഴിലുറപ്പിലേക്ക് കയറി നോക്കുമ്പോൾ, അതിൻ്റെ ഗൈഡ് ലൈൻ നോക്കുമ്പോഴുള്ള പ്രശ്നം, അവിടെ NRM ആക്ടിവിറ്റി പറയുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അസറ്റ് ക്രിയേഷനിലേക്കാണ് അവർ പോയിരിക്കുന്നത്. അവരും അസറ്റ് ക്രിയേഷനിൽ പോകുന്നു. സോയിൽ സർവേക്കാരും സോയിൽ കൺസർവേഷൻകാർ, സർവേ അല്ല കൺസർവേഷൻകാർ എഞ്ചിനീയറിംഗിലേക്ക് ചാടുന്നു. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് NRM ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മൈക്രോ വാട്ടർ ഷെഡിൻ്റെ തലത്തിൽ കൃത്യമായ മൈക്രോ ക്ലൈമാറ്റ് ചേഞ്ച് കേരളത്തിലെ വലിയ ഒരു വിഷയമായി മാറും. ഇനിയും ചൂടുകളില്ല, ചൂട് കൂടാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സോയിൽ എന്ന് പറയുന്നത് 3 മീറ്റർ ആഴം മാത്രമാണ് നമുക്ക് ശരാശരി സോയിലുള്ളത്. ആ സോയിലിൻ്റെ ഒരു ബെഞ്ച് പോലെ അല്ലെങ്കിൽ ഒരു ബ്രെഡ് പോലെ സ്പോഞ്ച് പോലെ കണക്കാക്കിയാൽ അതിൽ ഒരേ സമയം അറ്റ് എ ടൈം കരുതി വെക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവിനൊരു കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒന്നുകിൽ സർഫസ് റൺ ഓഫ് ആയിട്ടോ ഉപരിതലത്തിലൂടെയോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഫ്ലോ ആയിട്ടോ ഒക്കെ ലാറ്ററലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും പല രൂപത്തിൽ ജലം കടലിലേക്ക് പോകും. മഴ പെയ്യുന്ന ഒരു 70% 60% ജലവും കടലിലേക്ക് 72 മണിക്കൂറിനകത്ത് പോകും. പക്ഷെ അങ്ങനെയുള്ളൊരു ഭൂമിശാസ്ത്ര സ്ഥലത്ത് മൈക്രോ വാട്ടർ ഷെഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പ്രയാസമില്ല സോയിൽ കൺസർവേഷൻകാർക്ക്. കാരണം സോയിൽ സർവേയും ഒരേ ഡയറക്ടറാണ്. അപ്പോൾ സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് മൈക്രോ വാട്ടർ ഷെഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷനോട് കൂടി, ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഒരു വാട്ടർ ഷെഡ് ലിറ്ററസിയൊക്കെ നടപ്പിലാക്കി, ഒരു ക്ലൈമാറ്റ് ലിറ്ററസിയൊക്കെ മനസ്സിലാക്കി, ഒരു ലാൻഡ് ലിറ്ററസി പോയിന്റ് ഓഫ് വ്യൂയിൽ NRM ആക്ടിവിറ്റീസ് കൂടുതൽ എടുത്ത് ALT ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സോയിൽ കൺസർവേഷൻകാർക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരെയും കൂടിയിരുത്തി ഒന്നിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവർ ഇതിലും എഴുതി വയ്ക്കും കുറേ കാര്യങ്ങൾ, അവർ അതിലും എഴുതി വയ്ക്കും കുറേ കാര്യങ്ങൾ. രണ്ടും നടക്കത്തില്ല. നടക്കാതെ പ്രധാനമായി നടക്കുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആയിരിക്കും. ഞാൻ കൺസ്ട്രക്ഷൻ വിരുദ്ധനല്ല, പക്ഷെ കൺസർവേഷൻ നടക്കാതെ പോകുമ്പോൾ, മാൻഡേറ്റ് നടക്കാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ലാൻഡ് വാട്ടർ ബയോമാസ് പ്രതിസന്ധിയിലേക്ക് പോകും. ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ പ്രതിസന്ധിയിലേക്ക് പോകും. അത് ചൂടുകൾ കൂട്ടാനും വേനൽക്കാലത്ത് വരൾച്ചയും വെള്ളത്തിൻ്റെ സമയത്ത് പ്രളയവും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടുമാക്കി മാറ്റുന്ന വളരെ ഗുരുതരമായ വാട്ടർ ഷെഡിൻ്റെ ഡിക്ലൈൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ സർവനാശം സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറും. അതുകൊണ്ട് അടിയന്തരമായി കുറേ കൂടി ഹോംവർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇറക്കാൻ ഡയറക്ടർക്ക് കഴിയട്ടെ. IEC-ക്കാർ വേണമോ, മറ്റ് ഇതിൻ്റെ ബന്ധപ്പെട്ട വിഷയം പഠിച്ചവർ വേണമോ എന്നുള്ളത് സർക്കാർ തീരുമാനിക്കട്ടെ. അത് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ IES പഠിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ IFS പഠിച്ചിട്ടുള്ള ഒരാൾ തനിക്കൊരു പോസ്റ്റ് തരുമ്പോൾ ഒന്ന് ബാർഗെയിൻ ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, കാരണം എൻ്റെ സബ്ജക്റ്റ് അല്ല അത്. പിന്നെ അവിടെ പോയി ആരെങ്കിലും ഉപദേശിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ഉപദേഷ്ടാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടിയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. IES അത്ര മോശം സർവീസൊന്നുമല്ല, IAS പോലെ വളരെ നല്ല സർവീസാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡയറക്ടറുടെ നന്നായി ഒന്ന് ഹോംവർക്ക് ചെയ്യണം. നിങ്ങളുടെ മാൻഡേറ്റ് നിങ്ങൾ പഠിക്കണം, ഇല്ലെങ്കിൽ മാൻഡേറ്റ് കൊണ്ടുവരണം. അത് ഈ കാലത്തിന് ആവശ്യമാണ്. മീനമാസത്തിലെ സൂര്യൻ വീണ്ടും കൂടുതൽ തീവ്രമാവുകയാണ്.